നമ്മൾ ചിന്തയ്ക്കായി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദൈവം ജനങ്ങളുടെ ഇടയിൽ കാണിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളതിനാൽ ഹല്ലേലൂയ നടക്കുന്നത് വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ എഴുന്നേൽക്കുന്നു, തകർന്ന കുടുംബജീവിതങ്ങൾ നേരെയാകുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കർത്താവ് സ്വർഗത്തിലേക്ക് മരിക്കാൻ പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാനിപ്പം പോകുന്നെങ്കിലും നിങ്ങൾക്ക് കൂട്ടുകാരനായി, ഞാൻ എന്നേക്കും നിങ്ങളുടെ കൂടിയിരിക്കാനായി ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഹി വിൽ ഗൈഡ് യു. ഗൈഡൻസ് കൊടുക്കുന്ന പാപത്തിനെക്കുറിച്ചും നീതിയെക്കുറിച്ചും അന്ത്യവിധിനാളിനെക്കുറിച്ചും ഒക്കെ ബോധ്യം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം ദൈവത്തിൻ്റെ ഗ്ലോറിയസ് ഡിസ്പ്ലേ ഓഫ് പവർ, ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ മഹത്വം, ആ വലുപ്പം കാണിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇന്ന് ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കൂടിയിരുന്ന് മാളിക മുറിയിൽ കൂടിയിരുന്ന് അവരുടെ മേൽ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നും മാറ്റമില്ലാതെ ഇന്നും നിൽപ്പുണ്ട്. ആർക്ക് ആഗ്രഹമുണ്ടോ, ദേ ഓൾ ക്യാൻ ടാപ്പ് ഇൻ ടു ദ ഗ്ലോറിയസ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആഗ്രഹമുള്ളവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഹല്ലേലൂയ അവനവനിൽ വഹിക്കാൻ സാധിക്കും. സ്തോത്രം. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. പഴയ നിയമത്തിനകത്ത് വരുമ്പം സംഖ്യാപുസ്തകം 11-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 11, ഇതിനകത്ത് വരുമ്പം മോശ ദൈവത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൂട്ടം ആൾക്കാർക്ക് കഴിക്കാൻ ആഹാരം വേണം. അപ്പം മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? നിങ്ങളെല്ലാവരും നാളെ വൃത്തിയായി ശുദ്ധമായി നിങ്ങൾ വാ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഇറച്ചിയും അപ്പവും എല്ലാം തരാം എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം മോശ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നമ്പേഴ്സ് 11:21, സംഖ്യാപുസ്തകം 11:21. അതിനകത്ത് ദൈവത്തിനോട് പറയാ, ബട്ട് ഗോഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എന്താണ്? 6 ലക്ഷം കാലാളുകളെ സോൾജിയേഴ്സ്, ഫുഡ് സോൾജിയേഴ്സ്, അവർക്ക് ഇറച്ചി കൊടുക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം. എന്നിട്ട് മോശ പറയാ, ദൈവമേ നീ പറയാണ് 1 മാസത്തേക്ക് അവർക്ക് ആഹാരം കൊടുക്കാം. അതിൻ്റെ 21-22 വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോൾ മോശ എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. 1 മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്തു. There are 600 foot soldiers here with me, and yet you say I will give them meat for a whole month. Moses responded to the Lord. Verse number 22. Even if we butchered all our flocks and herds, would that satisfy them? Even if we caught all the fish in the sea, would that be enough? 22. അവർക്ക് മതിയാവുമെല്ലാം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? അവർക്ക് മതിയാവുമെല്ലാം സമുദ്രത്തിലെ മത്സ്യത്തെ ഒക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു. കർത്താവിനോട് മോശ ചോദിക്കുക, ഈ ഭൂമിയിലുള്ള ആടുമാടുകളെ എല്ലാം പിടിച്ച് കൊന്ന് അതുങ്ങളുടെ ഇറച്ചി കൊടുത്താൽ പോലും ഇവർക്ക് തികയില്ല. ഈ ലോകത്തുള്ള എല്ലാ വെള്ളത്തിനകത്തെ മീനിനെ പെറുക്കി ഇവർക്ക് കൊടുത്താലും തികയത്തില്ല. അത്രയധികം ആൾക്കാരുണ്ട് ഈ സോൾജിയേഴ്സ് എല്ലാം കൂടെ. എങ്ങനെ ഇത് നടക്കും? 1 മാസത്തേക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ദൈവം ഒരു ചോദ്യം ചോദിക്കുക. വേഴ്സ് നമ്പർ 23. Then the Lord said to Moses, has my arm lost its power? Now you will see whether or not my word comes true. വായിച്ച്. യഹോവയുടെ കൈ കുറുകിപ്പോയോ? യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം
നിവർത്തിക്കുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് എൻ്റെ കൽപ്പിച്ചു. വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പം കാണും. കണ്ടോ ദൈവത്തിൻ്റെ പവർ. എന്നിട്ട് അടുത്ത വാക്യത്തിനകത്ത് 24 അതിൻ്റെ ഈ താഴോട്ട് വായിക്കുമ്പം നമ്മൾ കാണുന്നു ദൈവം ഇത് ചോദിക്കുക, ഹാസ് മൈ ആം ലോസ്റ്റ് ഇറ്റ്സ് പവർ? നീ തോന്നുന്നുണ്ടോ എനിക്ക് ശക്തിയില്ലാത്തവനാണെന്ന്, എനിക്ക് പറയുന്നത് ചെയ്യാൻ സാധ്യമല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ 25 തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ കൂടി നിന്ന് കുറേ പേരുടെ മേലും അങ്ങേയറ്റം മോശയുടെയും കൂട്ടരുടെയും കൂടെ നിൽക്കാത്ത വേറെ കുറച്ച് ആൾക്കാർ ക്യാമ്പിനകത്തുണ്ടായിരുന്നു, മൂപ്പന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നേ. മോശയുടെ അടുത്ത് നിന്ന് 70 മൂപ്പന്മാരും 70 എൽഡേഴ്സും ക്യാമ്പിനകത്ത് നിന്ന് 2 മൂപ്പന്മാരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ട് അവർ പ്രവചിക്കുന്ന ഒരു കാഴ്ച ദൈവം അവിടെ വചനത്തിൽ എഴുതി വച്ചിരിക്കുക. കണ്ടോ ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ മഹത്വം കാണിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ ഇറങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ദൈവം അവിടെ കാണിക്കുന്നത്. എന്നിട്ട് വചനം പറയുന്നു ഇവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു, ഇവർ പ്രവചിച്ചു, പിന്നെ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. 26 വാക്യത്തിനകത്ത് പറയുന്നു 2 മൂപ്പന്മാർ അവർ ജനത്തിനോടൊപ്പമായിരുന്നു, അവർ മൂപ്പന്മാരായിരുന്നു, ഹല്ലേലൂയ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരും പ്രവചിച്ചു. ഇത് കണ്ട് അതിശയപ്പെട്ട ആൾക്കാർ നൂൻ ജോഷുവായും ഒക്കെ വന്നിട്ട് മോശയോട് ചോദിക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഓർത്ത് നിനക്ക് മറ്റുള്ളവർ പ്രവചിക്കുന്നത് കണ്ട് അസൂയപ്പെടുന്നുണ്ടോ? ഇവരെല്ലാവരും ഇങ്ങനെ ഒന്ന് പ്രവചിച്ചിരുന്നു എങ്കിൽ. പക്ഷെ തിരുവചനം പറയുന്നു പിന്നെ മേലിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്താന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ഒരാളുടെ മേൽ ദൈവം തിരഞ്ഞെടുക്കുന്നവരുടെ മേൽ മാത്രം പരിശുദ്ധാത്മാവ് വരുന്നു, ജനം മൊത്തം ആ ആളിനെ ആശ്രയിക്കുന്നു അങ്ങനെ. പക്ഷെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അവരുടെ മേലിട്ട് അവർ പ്രവചിക്കുന്നു. അത് ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് കാണിക്കുമ്പോൾ ഹല്ലേലൂയ ജനം വിശ്വസിക്കും ദൈവം വലിയവൻ എന്ന്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലാണ് നിൽക്കുന്നത്. യേശു കർത്താവ് ഹല്ലേലൂയ ഭൂമിയിൽ വന്ന് വസിച്ചു പോയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ജനത്തിൻ്റെ മേലുണ്ട്. ഇതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വരുമ്പം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് ദൈവത്തിൻ്റെ മഹാ അത്ഭുതമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ മാളിക മുറിയിൽ കൂടിയിരുന്ന സകലരുടെ മേൽ വരുന്നു. ഹല്ലേലൂയ. അവരെല്ലാം ആത്മാവിലാവുന്നു, അവരെല്ലാം ആത്മാവിൽ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു സ്തോത്രം പത്രോസ് ഇറങ്ങി നിന്ന് ഈ ജനത്തിനോടൊക്കെ സംസാരിക്കുന്നല്ലേ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ധൈര്യം പകരുന്നു. ഹല്ലേലൂയ. ഇത്രയും നാളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പം ഒരുവന് ചെയ്യാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യരാൽ ഒന്നും സാധിക്കത്തില്ല. ഞാൻ പറയട്ടെ, മനുഷ്യരാൽ ആരെയും മാറ്റാൻ പറ്റത്തില്ല, ഒരു സാഹചര്യവും നേരെയാക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ഫൈനാൻസ് ആണെങ്കിലും നമ്മളുടെ ആരോഗ്യമാണെങ്കിലും നമ്മളുടെ ബുദ്ധിയാണെങ്കിലും കൂട്ടായ്മകളാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും ഒന്നിനെയും ഹല്ലേലൂയ നമ്മളുടെ സ്വന്തം കഴിവിനാൽ നേരെയാക്കാൻ പറ്റത്തില്ല. പക്ഷേ സകലത്തിനെയും തൻ്റെ ശക്തിയാൽ റെസ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്. ഹല്ലേലൂയ. ഇന്ന് ദൈവ മഹത്വം കാണണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ അകത്ത് വരണം. യേശു എൻ്റെ ദൈവം എന്ന് ഹല്ലേലൂയ വിളിച്ചു പറയുന്ന ഓരോരുത്തരുടെയും അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാസമുറപ്പിക്കുക. ഹല്ലേലൂയ. വാസമുറപ്പിച്ച് ഓരോ ദിവസവും ആ വ്യക്തിക്കകത്ത് പ്രവർത്തിച്ച് ആ വ്യക്തിയെ ദൈവത്തിന് കൊള്ളാവുന്ന പാത്രങ്ങളാക്കി ഹല്ലേലൂയ ദൈവത്തിന് ഹിതമുള്ളവരാക്കി തീർക്കുവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജോലിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വവും. വചനം പറയുന്നു നമ്മൾ നശിച്ചു പോകാതെ വണ്ണം ഹല്ലേലൂയ നമ്മളെ നിത്യതയോളം
നിത്യതയോളം സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൂട്ടായിട്ട് നമുക്കിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയും ഹല്ലേലൂയ ഒരുവനിലൂടെ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മേൽ വരുമ്പോഴാണ്. ഹല്ലേലൂയ. ദൈവം കർത്താവ് നമ്മളെ സ്തോത്രം നമ്മളെ പാപത്തിൽ നിന്നും നിരാശയിൽ നിന്നും നശിച്ചു പോകേണ്ടടുത്തു നിന്നും ഒക്കെ നമ്മളെ കോരിയെടുത്ത് ഹല്ലേലൂയ നമ്മളെ നിത്യതയോളം വിശുദ്ധിയുള്ളവരായി സൂക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം പഴയ നിയമത്തിൽ അങ്ങനെ വന്നു. പുതിയ നിയമത്തിൽ വന്നപ്പം സകലവരുടെ മേല് ജഡമായ ജോയൽ പ്രവചനം പറയുന്നു, അന്ത്യനാളിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാവരുടെയും മേല്, പുത്രിമാരുടെ മേലും പുത്രന്മാരുടെ മേലും വേലക്കാരുടെ മേലും ആണുങ്ങളുടെ മേലും പെണ്ണുങ്ങളുടെ മേലും സകലരുടെയും മേല് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് സകലരും പ്രവചിക്കും. ഹല്ലേലൂയ. എല്ലാവരുടെയും മേല്, ആഗ്രഹിക്കുന്നവരുടെ മേൽ. ലൂക്കാ സുവിശേഷം പറയുന്നു, ഭൂമിയിലുള്ള അപ്പനമ്മമാര് ഹല്ലേലൂയ അപ്പം ചോദിച്ചാൽ അവർ കല്ല് കൊടുക്കുവോ, മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നു സ്തോത്രം, ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധാരാളമായി കൊടുക്കാൻ മതിയായവനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് സാഹചര്യങ്ങൾ മാറണം. ഇന്ന് യേശു എൻ്റെ ദൈവമാണെന്ന് ഏറ്റുപറയുന്നവരുടെ ഓരോരുത്തരുടെയും അകത്ത് ദൈവം വസിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുക. ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, പരിശുദ്ധാത്മാവെ എന്നിൽ വാസം ഉറപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങനെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം, എന്നെ കൊള്ളുന്ന പാത്രമാക്കി തീർക്കണം, എന്നെ അങ്ങേപ്പോലെ ആക്കി തീർക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലൂടെ വ്യാപരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ മാറും തോറും നമ്മുടെ ചുറ്റിനുമുള്ളവർ മാറിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ക്രിസ്തുവിനെ പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കിയെടുക്കും തോറും ഹല്ലേലൂയ നമ്മളുടെ അകത്ത് മാറ്റം കൊണ്ടിരും തോറും നമ്മുടെ ചുറ്റിനുമുള്ളവർ മാറിക്കൊണ്ടേയിരിക്കും. നല്ലതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ആ വ്യക്തിയെ തൊടണം, ആ വ്യക്തിയെ ആത്മാവിനാൽ നിറയ്ക്കണം, അങ്ങയുടെ ആത്മാവിനാൽ നയിക്കണം. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ സ്തോത്രം, റോമൻസ് ചാപ്റ്റർ 8 ഹല്ലേലൂയ അതിൻ്റെ വേഴ്സ് നമ്പർ 15 വരുമ്പോൾ 15-ാം വാക്യത്തിനകത്ത്, അതിൻ്റെ 9-ാം വാക്യത്തിനകത്ത് ആദ്യം വരാം. അതിൻ്റെ 9-ാം വാക്യം, റോമൻസ് 8:9, റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. ബട്ട് യു ആർ നോട്ട് കൺട്രോൾഡ് ബൈ യുവർ സിൻഫുൾ നേച്ചർ, യു ആർ കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഇഫ് യു ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ലിവിങ് ഇൻ യു. ഹല്ലേലൂയ. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. കണ്ട വചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ നമ്മൾ ജഡത്തിൽ നടക്കുന്നവരല്ല, പക്ഷേ ആത്മസ്വഭാവം കാഴ്ചവെക്കുന്നവരാ, ആത്മാവിൽ നടക്കുന്നവരാ. നമ്മളുടെ ഓരോരുത്തരും, അതാ ഞാൻ പറഞ്ഞേ, നമ്മളുടെ അകത്ത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ളവരുടെ അകത്ത് മാറ്റം സംഭവിച്ചോളും. ഹല്ലേലൂയ. പത്രോസിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പം പത്രോസിനകത്തെ മാറ്റം കണ്ടിട്ട് ആ ഇറങ്ങിച്ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവരൊക്കെ അതിശയിച്ചു പോയിട്ടുണ്ട്. വായിന്ന് വീണ് ആത്മാവ് നിറഞ്ഞ വാക്കുകൾ കേട്ടു നിന്ന യഹൂദന്മാരെ മനസാന്തരപ്പെടുത്തി. എന്നിട്ട് അവർ ചോദിക്കുക, സഹോദര, ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഈ വലിയ രക്ഷ കൈവരിക്കണമെങ്കിൽ? ഹല്ലേലൂയ. പത്രോസിൽ വന്ന മാറ്റം കണ്ടിട്ട് അനേകർ മാനസാന്തരപ്പെട്ട് കാണും. ദൈവത്തിൻ്റെ മഹത്വം അല്ലേ. അവിടെ കൂടി നിന്നവർ പറയുന്നുണ്ട്, അവർ പറയുന്ന ഒരു കാര്യമാണ്, ഈ ആൾക്കാരൊന്നും വിദ്യാഭ്യാസമില്ലാത്തവർ, ഇവർ ഈ പട്ടണം പോലും വിട്ടുപോയിട്ടില്ലാത്തവർ, പക്ഷേ കണ്ടോ ഇവർ നമ്മളുടെ ഭാഷ സംസാരിക്കുന്നു, ഇവർ നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഷ സംസാരിക്കുന്നു. വചനം അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത കഴിവിനനുസരിച്ച്. ഹല്ലേലൂയ. അപ്പം കഴിവില്ലാത്തവന് കഴിവ് കൊടുക്കുന്ന ശക്തിയേറിയ പരിശുദ്ധാത്മാവ്, ബുദ്ധിയില്ലാത്തവൻ്റെ ബുദ്ധി പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, കൂട്ടം കൂടാനും സ്നേഹബന്ധം കൊണ്ടു നടക്കാനും അറിയാൻ മേലാത്തവരുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഈ വിവേകവും ബോധ്യവും കൊടുക്കുന്ന നല്ല പരിശുദ്ധാത്മാവ്, കുടുംബ ബന്ധങ്ങളെ റിസ്റ്റോർ ചെയ്യുന്ന, എല്ലാ ബന്ധങ്ങളെയും റെസ്റ്റോർ ചെയ്യുന്ന
പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. ഈ ജനം, ഇവരുടെ ചുറ്റിനും നിന്ന ജനം ദൈവത്തിൻ്റെ മഹത്വം ഇവരിലൂടെ കണ്ടു. ഹല്ലേലൂയ, ഇന്നും കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇന്ന് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് ബലഹീനമായി പോയ ജീവിതങ്ങൾ, ഹല്ലേലൂയ, ഇങ്ങനെ വല്ലാത്ത വണ്ണം ആയിപ്പോയ ജീവിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഹല്ലേലൂയ, അവരുടെ മേൽ ഇറങ്ങുമ്പം അവരുടെ അകത്ത് രൂപാന്തരങ്ങൾ നടക്കും. റോമക്കാരുടെ ലേഖനം 8 മടങ്ങി വരാം. അതിൻ്റെ 8 അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 9 വാക്യം പറയുന്നു, യു ആർ controlled by the Spirit if you have the Spirit of God living in you. ഹല്ലേലൂയ, നമ്മളുടെ ജീവിതത്തിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നേ, നമ്മളെപ്പോലും നമ്മളുടെ ചിന്തകൾക്കപ്പുറം നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നതും സംസാരിപ്പിക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അഡിക്ഷൻസും കൊണ്ടും സ്വഭാവ ദൂഷ്യങ്ങളും കൊണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെന്നാൽ, ഹല്ലേലൂയ, ആ വ്യക്തിയെ ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്തി എടുത്തുകൊണ്ടേയിരിക്കും. യേശു ഒരുവൻ്റെ രക്ഷകനായി കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുത്താൽ ആ വ്യക്തിയെ ദൈവം മാറ്റിയെടുത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, നല്ല കാര്യമാണ് മറ്റുള്ളവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മളുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് അറിവും ബോധവും ഉണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിൻ്റെ വചനം അവിടെ, സ്തോത്രം, അതിൻ്റെ 15 വാക്യത്തിനകത്ത് പറയുന്നു, സോ വേഴ്സ് നമ്പർ 15, സോ യു ഹാവ് നോട്ട് റിസീവ്ഡ് എ സ്പിരിറ്റ് ദാറ്റ് മേക്സ് യു ഫിയർഫുൾ സ്ലേവ്സ്, ഇൻസ്റ്റെഡ് യു റിസീവ്ഡ് ഗോഡ്സ് സ്പിരിറ്റ് വെൻ യു അഡോപ്റ്റഡ് യു ആസ് ഹിസ് ഓൺ ചിൽഡ്രൻ. കണ്ടോ, അഡോപ്ഷൻ നടന്നു. ദൈവം നമ്മളെ ദത്തെടുത്തപ്പം നൽകിയൊരു കാര്യമാണ്, നമ്മളെ ദത്തെടുത്തു, പകരമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മളുടെ അകത്ത് ഇട്ടു തന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഇനിയും നമ്മൾ ഭയമുള്ള വെറും ദാസന്മാരല്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും, ഹല്ലേലൂയ, വചനം അവിടെ 15 വാക്യത്തിനകത്ത് പറയുന്നു, നൗ വി ക്യാൻ കോൾ ഹിം ആബാ ഫാദർ, ഫോർ ഹിസ് സ്പിരിറ്റ്. അതിൻ്റെ 16 വാക്യം പറയുന്നു, ഫോർ ഹിസ് സ്പിരിറ്റ് ജോയിൻസ് വിത്ത് അവർ സ്പിരിറ്റ് ടു അഫേം ദാറ്റ് വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അപ്പം നമ്മളെ ദത്തെടുത്തിട്ട് ദൈവത്തിൻ്റേതാക്കി സ്വന്തം മക്കളാക്കിയിട്ട് ദത്തെടുത്തതിൻ്റെ അടയാളം, സ്വന്തം മക്കൾ എന്നുള്ള അടയാളത്തിന് നമ്മളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇട്ടു തന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ലോകത്തിനോട് വിളിച്ചു പറയുക, ഇത് ദൈവമക്കളെന്ന്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിനെ കൊണ്ട് നടക്കുന്ന, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കുന്ന, ഹല്ലേലൂയ, മക്കളായി തീരുക നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ദൈവവചനം കേട്ട് ദൈവവചനത്താൽ കഴുകപ്പെട്ട്, ഹല്ലേലൂയ, ദൈവം നമ്മളെ സ്വന്തം മക്കളെന്ന് പറഞ്ഞ് നമ്മളെ ദത്തെടുത്ത് ക്രിസ്തുവിൻ്റെ പാറമേൽ നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും, ഹല്ലേലൂയ, ഈ ലോകത്തിന് ജഡത്തിൽ ലഭിക്കാൻ പറ്റാത്ത, ഹല്ലേലൂയ, ജഡത്തിൽ സഞ്ചരിക്കുന്നവരെ പോലെ അല്ല നാം, ആത്മാവിൽ സഞ്ചരിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുക, എബിലിറ്റി തന്നിരിക്കുക, ഗോഡ്സ് എബിലിറ്റി നമ്മളുടെ അകത്തിട്ട് തന്നിരിക്കുക, ദൈവത്തിൻ്റെ സാധ്യതകൾ നമ്മളുടെ അകത്തിട്ട് തന്നിരിക്കുക. അല്ലേ, അപ്പോസ്തലപ്രവൃത്തി 2 പറയുന്നു, ദൈവം അവർക്ക് കൊടുത്ത കഴിവ് പ്രകാരം അവരോരോരുത്തരും പ്രവചിച്ചു. ഹല്ലേലൂയ, അവരോരോരുത്തരും അന്യഭാഷകളിൽ സംസാരിച്ചു. പഴയ നിയമം നമ്മൾ കണ്ട് സംഖ്യാപുസ്തകം 11 ദൈവം ചോദിക്കുക, എൻ്റെ കൈയുടെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് മോശെ നിനക്ക് തോന്നുന്നുണ്ടോ? നീ കാണും എൻ്റെ ശക്തി. ഈ ശക്തി കാണിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ചിലവരുടെ മേൽ, തെരഞ്ഞെടുക്കപ്പെട്ട മൂപ്പന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകർന്നിട്ട് അവരോരോരുത്തരും പ്രവചിച്ചു. പക്ഷേ ഇന്ന് പുതിയ നിയമത്തിലോ നമ്മൾ ഓരോരുത്തരും പ്രവാചകന്മാരും,
ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പുരോഹിതന്മാരും, നമ്മൾ ഓരോരുത്തരും രാജാക്കന്മാരും, നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനവും മക്കളും ഒരു ജാതിയും. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് ദൈവവചനം വർണ്ണിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വമാണ് ഇന്ന് നാം വിശ്വസിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും അകത്തിരിക്കുന്ന. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. നമ്മളുടെ കഴിവിനാൽ നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റിനുമുള്ള വ്യക്തികൾ മാറണോ? കർത്താവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എന്നെയും രൂപാന്തരപ്പെടുത്തിയെടുക്കണം. എന്നെ കണ്ടിട്ട് എന്നിലൂടെ ഓരോരുത്തരും ക്രിസ്തുവിലേക്ക് വരണം. അല്ലേ? പത്രോസ് സംസാരിക്കാനും ഒന്നും ഒരു അറിവുമില്ലാത്ത പത്രോസ്, ഒരു വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിനകത്ത് ദൈവത്തിൻ്റെ കഴിവ് വന്നപ്പോൾ, ഹല്ലേലൂയ, ഈ എബിലിറ്റി വന്നപ്പോൾ, പരിശുദ്ധാത്മാവായ ദൈവം പത്രോസിൻ്റെ അകത്ത് വന്നപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ഇറങ്ങി നിന്ന് വലിയ ഗമാലിയലിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് പഠിച്ചവരെക്കാട്ടിലും മിടുക്കനെ പോലെ ഇറങ്ങി നിന്ന് സുവിശേഷം പറഞ്ഞു. ഇത് കേട്ടപ്പം ജനം മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഒരുവനെ മാറ്റിയെടുക്കും. അല്ലേ? ഇന്ന് കുടുംബങ്ങൾക്കകത്തൊക്കെ ആരെങ്കിലും മാറാൻ, ക്രിസ്തുവിലേക്കാകാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവെ, അവരുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ ഇട്ടുകൊടുത്ത് അവരെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. നല്ല പ്രാർത്ഥന, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. അതിനോടൊപ്പം പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നെയും അങ്ങേപോലെ ആക്കിയെടുക്കണം. എന്നാന്ന് വെച്ചാൽ ഗ്ലോറിയസ് ഡിസ്പ്ലേയാ, അല്ലേ? എന്നെ കണ്ടിട്ട് വേണം അവരൊക്കെ ക്രിസ്തുവിലേക്ക് വരുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്തിൻ്റെ മഹത്വവും വലുപ്പവും നമ്മളിലൂടെയാണ് കാണിക്കുന്നത്. സ്തോത്രം. നാം ഓരോരുത്തരും കൊള്ളാതെ കടന്നെടുത്തുനിന്ന് നമ്മളെ എടുത്ത് ദൈവം മാനിച്ചു വെച്ചിട്ട് മാന്യ പദവിയിലിരുത്തിയിട്ട് മറ്റുള്ളവരൊക്കെ നമ്മളെ കാണുക. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്ത് കാണിക്കുന്നവരാ. അല്ലേ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുക, 2 കൊരിന്ത്യർ 4 എഴുതി വെച്ചിരിക്കുക, ഈ അത്യുന്നതപരമായ ശക്തി നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും പ്രകാശിക്കുക. നമ്മൾ ഓരോരുത്തരും പൊട്ടിപ്പോകുന്ന പാത്രങ്ങളാണ്. അല്ലേ? 2 കൊരിന്ത്യർ 4:7 പറയുക അപ്പോസ്തലൻ. എന്നിട്ട് പറയുക, നമ്മൾ ഓരോരുത്തരും തകർന്നു പോകുന്ന പാത്രങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ ഈ അത്യുന്നതപരമായ നിധി, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അബിലിറ്റി, ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ പൂർണ്ണത, ദൈവത്തിൻ്റെ ധൈര്യം എല്ലാം നമ്മളുടെ അകത്തിട്ടിരിക്കുക. ഇതുകൊണ്ട് ദൈവം ഉറപ്പ് വരുത്തുക, ഹല്ലേലൂയ, ഈ ശക്തി നമ്മുടേതല്ല, പക്ഷേ ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബങ്ങളെ മാറ്റാനുള്ള ശക്തി നമ്മളുടെ അകത്തുണ്ട്, കഴിവ് നമ്മളുടെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കാനായിട്ടുള്ള ശക്തിയും കഴിവും നമ്മുടെ അകത്തിട്ടിട്ടുണ്ട്. നമ്മുടെ സമൂഹങ്ങളെ മാറ്റിയെടുക്കാനായിട്ടുള്ള കഴിവും ശക്തിയും നമ്മുടെ അകത്തിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് അസാധ്യമായതെല്ലാം സാധിപ്പിച്ചെടുക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ മഹത്വം നമ്മളുടെ അകത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ കാണുമ്പം പറയുന്നത്, ഇവരിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകതയുള്ള ജനം ആയിട്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. നമ്മളൊന്നും നിസ്സാരക്കാരല്ല. യേശു എൻ്റെ ദൈവം എന്ന് നമ്മൾ വായും കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോരുത്തരുടെയും അകത്ത് പരിശുദ്ധാത്മാവ് വാസം ഉറപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മളൊന്ന് അനുവദിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് പരിവർത്തിക്കാൻ അനുവദിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് പരിവർത്തിക്കുമ്പം നമ്മുടെ ചുറ്റിനും ഈ ശക്തി വ്യാപരിച്ച് രൂപാന്തരപ്പെടുത്തി പരിവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ക്രിസ്തുവിൽ വന്നിട്ട് ഇനിയും കുറ്റം പറയില്ലേ, കണ്ടോ സ്വഭാവം കണ്ടില്ലേ, അങ്ങനെയൊക്കെയാ, കണ്ടോ കാഴ്ച വെക്കുന്നത്, കണ്ടോ അങ്ങനെ ചെയ്യുന്നേ, പറയല്ലേ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മളുടെ അകത്തൂടെ പുറത്തേക്ക് റിലീസ് ചെയ്യണം. പരിശുദ്ധാത്മാവെ എന്നിലൂടെ ഒന്ന് പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ മാറ്റങ്ങൾ കാണണം, സമൂഹത്തിൻ്റെ മാറ്റം കാണണം, കൂട്ടായ്മയ്ക്കകത്ത് മാറ്റം കാണണം. പരിശുദ്ധാത്മാവിന് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ദൈവം ചോദിച്ചു, എൻ്റെ കൈയുടെ ശക്തി
തീർന്നു പോയി എന്നാണോ നീ ചിന്തിക്കുന്നത്? അല്ല, ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നവരെ നിറയ്ക്കാൻ മതിയായവനാ പരിശുദ്ധാത്മാവ്. കർത്താവ് സഹായിക്കട്ടെ. ദൈവാത്മാവിൻ്റെ നടത്തിപ്പിലൂടെ നടക്കുവാൻ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വമേറിയ ശക്തി ഹല്ലേലൂയ ചുറ്റിനും ഈ ദിവസങ്ങളിൽ കാണാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ കാണട്ടെ. ഹല്ലേലൂയ ധൈര്യമുള്ളവര്, അല്ലാതെ ദാസന്മാരല്ല, ഭയത്തിൻ്റെ ദാസിമാരല്ല. ഹല്ലേലൂയ ധൈര്യത്തിൻ്റെ ആത്മാവിനെയും ദൈവത്തിൻ്റെ കഴിവിനെയും നമ്മുടെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ആത്മാവിനാൽ നിറയപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.